നമസ്കാരം. ഡൽഹിയിലെ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഡൽഹിയുടെ ജനവിധി ബാലറ്റ് പെട്ടിയിൽ സുഖമായി ഉറങ്ങുന്നു. 8-ാം തീയതി പെട്ടി പൊട്ടിക്കുന്നത് വരെ പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് BJPക്കും ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും തൽക്കാലത്തേക്കൊന്ന് റിലാക്സ് ചെയ്യാം. ആ സമയം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും അവസാനത്തെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ചിത്രം പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഡൽഹിയുടെ പ്രാധാന്യം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇല്ലാത്തതും ഡൽഹിക്കുള്ളതുമായ പ്രാധാന്യം? ഒരു പൂർണ്ണ സംസ്ഥാന പദവിയില്ല, അതാണ് ഒരു കാര്യം. രണ്ട്, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം പാർലമെന്റ് ആകട്ടെ, പ്രസിഡന്റിന്റെ ഭവനമാകട്ടെ, രാഷ്ട്രപതി ഭവൻ, മറ്റ് പ്രധാനപ്പെട്ട ഗവൺമെന്റ് സ്ഥാപനങ്ങളാകട്ടെ എല്ലാം തന്നെ ഡൽഹിയിലാണ്. മാത്രമല്ല, ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ് ദ റിയൽ മെൽറ്റിംഗ് പോട്ട്, അല്ല എങ്കിൽ ഒന്നാം തരം കോസ്മോപൊളിറ്റൻ സംസ്കാരമുള്ള ഒരിടം. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വരുന്ന ജാതിയോ മതമോ വർഗമോ ഭാഷയോ ഒന്നും തന്നെ ഒരു പ്രത്യേകതയൊന്നും പറയാനില്ലാത്ത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മഹാനഗരം. അവിടെ എന്ത് ചിന്തിക്കുന്നു, അവിടുത്തെ ജനം രാഷ്ട്രീയമായി എന്ത് ചിന്തിക്കുന്നുവോ അത് ഇന്ത്യയുടെ ഒരു പൊതു ചിന്തയായി പൊതുവെ പരിഗണിക്കാം. ഇവിടെ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഒരു പ്രത്യേകതയുണ്ട്. അവരാണ് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം ഇന്ത്യയിൽ കൊണ്ടുവന്നത്. വേണമെങ്കിൽ പറയാം, അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു മുഖമായിരുന്നു ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ. അതിലൂടെയാണ് കെജ്രിവാൾ വന്നത്. അണ്ണാ ഹസാരെ മുന്നിൽ നിർത്തി നയിച്ച അഴിമതിക്കെതിരെ, 2G സ്പെക്ട്രം അഴിമതിക്കെതിരെ, അല്ലെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിക്കെതിരെ, അങ്ങനെയുള്ള വലിയ തോതിലുള്ള അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിൽ നിന്നും ജന്മം കൊണ്ട ഉരുവം പ്രാപിച്ച ആം ആദ്മി പാർട്ടി, ആ പാർട്ടി നിലനിൽക്കുന്നത് ഭരണ സ്ഥിരതയ്ക്കും അല്ലെങ്കിൽ ഭരണപരമായ മികവിനും, ഗുഡ് ഗവർണൻസ്, സ്റ്റേബിൾ ഗവർണൻസ്, അതുപോലെ തന്നെ ഫ്രീബി പൊളിറ്റിക്സ്, ജനങ്ങളുടെ ജീവിതം പരമാവധി ആയാസരഹിതമാക്കാൻ ഉള്ള ശ്രമങ്ങളാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാർ ചെയ്തത്. 2013 ആദ്യം ഭരണത്തിൽ വന്നത് മുതൽ തന്നെ അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് സംശയമുണ്ടായിരുന്നു, കേജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും പറയുന്നത് പോലെ പ്രവർത്തിക്കാനാകുമോ? 2000 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയി, 200 യൂണിറ്റ് വൈദ്യുതി മാസം ഫ്രീ ആയി കൊടുക്കാൻ സാധിക്കുമോ? ഇത്ര നിശ്ചിത ലിറ്റർ വെള്ളം ഫ്രീ ആയി കൊടുക്കാൻ സാധിക്കുമോ? അതുപോലെ യാത്രാ സൗകര്യം പൂർണ്ണമായി സൗജന്യവൽക്കരിക്കാൻ സാധിക്കുമോ? മഹല്ല ക്ലിനിക്കുകൾ എങ്ങനെ പ്രവർത്തനക്ഷമമാകും? ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായത്. ഇതിനെല്ലാം തന്നെ പരിഹാരമുണ്ടാക്കി 12 വർഷത്തെ ഭരണം, ആദ്യത്തെ കുറച്ചു കാലത്തേക്ക് ഒരു ന്യൂനപക്ഷ സർക്കാരും പിന്നീട് ഭൂരിപക്ഷ സർക്കാർ 2 ടേം 2015-ലും 2020-ലും കേജ്രിവാൾ തന്റെ കാലാവധി ഏതാണ്ട് പൂർണ്ണമായി തികച്ചു. 2020 തെരഞ്ഞെടുപ്പിലെ കാലാവധി പൂർണ്ണമായി തികക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പിൽ അതീഷ് മർലേനയ്ക്ക് അധികാരം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പിന്നണിയിലേക്ക് മാറേണ്ടി വന്നു. അത് സമീപകാല ചരിത്രം. പക്ഷേ കേജ്രിവാൾ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം വിന്നബിൾ പൊളിറ്റിക്സിലാണ്. ഇതുവരെ പരാജയം അറിഞ്ഞിട്ടില്ലാത്ത, പ്രാദേശിക സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പരാജയം അറിഞ്ഞിട്ടില്ലാത്ത പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടിയും ഇന്ത്യയിലില്ല, ഒരു പാർട്ടിയും ഇന്ത്യയിലില്ല. ഒരു സംസ്ഥാന ഭരണത്തിൽ വന്നതിന് ശേഷം നാളിതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത ഒരു പാർട്ടിയുമില്ല. അതിന്റെ ഏക റെക്കോർഡ് ആം ആദ്മി പാർട്ടിക്ക് മാത്രമാണ്. ആ റെക്കോർഡാണ് ഒരുപക്ഷെ തകരുമോ എന്ന് ഇപ്പോൾ ന്യായമായി സംശയിക്കുന്നത്. വോട്ടുകൾ സാമാന്യം ഡൽഹിക്ക് സാമാന്യം തിരക്കേടില്ലാത്ത, ഡൽഹിയുടെ കണക്കിൽ സാമാന്യം തിരക്കേടില്ലാത്ത പോളിംഗ് നടന്നു കഴിഞ്ഞു. ഡൽഹി ജനത വിധി എഴുതി കഴിഞ്ഞു. അതിലൊരു നല്ല പങ്ക് മധ്യവർഗമാണ്. ആ മധ്യവർഗത്തിന്റെ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിച്ച അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കഴിയുമായിരുന്ന വിഷയമാണ് ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവന്നത് ബഡ്ജറ്റിലൂടെ. ഒന്നാന്തരം ടൈമിംഗ് ആയിരുന്നു ബഡ്ജറ്റിന്. ബഡ്ജറ്റിന്റെ ടൈമിംഗ് കറക്റ്റ്, ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ടൈമിങ്ങും ബഡ്ജറ്റ് ടൈമിങ്ങും അടുത്തടുത്ത് വന്നതുകൊണ്ട് ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് പോപ്പുലേഷന് ആനന്ദലബ്ധി ആറാടുന്ന രീതിയിലേക്ക് 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനം, വ്യക്തിഗത വരുമാനം നികുതി വിമുക്തമാക്കിയ തീരെ ഉദാത്തമായ നടപടി. അത് കണ്ടില്ല എന്ന് നടിക്കാൻ മധ്യവർഗ വോട്ടർമാർക്ക് കഴിയുമോ? ഡൽഹി ജനതയുടെ നല്ല പങ്ക് ഗവൺമെന്റ് ജീവനക്കാരാണ്. അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ജീവനക്കാർ ഉൾപ്പെടെ അവർക്കെല്ലാം തന്നെ നേരിട്ട് ജീവിതത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ബഡ്ജറ്റിലൂടെ കൊണ്ടുവന്നത്. അതിനുള്ള ഉപകാര സ്മരണ എന്ന നിലയിൽ
ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവുമോ ചോദ്യമാണ്. അതോ അവർക്കറിയാമല്ലോ ഓൾറെഡി നികുതി എന്ന് പറയുന്നത് ഇന്ത്യക്ക് മുഴുവൻ ബാധകമാകുന്ന കാര്യമാണ്. ഡൽഹിക്കാർക്ക് മാത്രമല്ല, ഇന്ത്യക്ക് മുഴുവൻ ബാധകമാകുന്ന കാര്യം. തങ്ങൾക്ക് ഏതായാലും അതിന്റെ BJPക്ക് വോട്ട് ചെയ്താലും ഇല്ല എങ്കിലും തങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുമല്ലോ. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് തങ്ങൾ എപ്പോഴും വോട്ട് ചെയ്തിട്ടുള്ള, നിയമസഭയിലേക്ക് എപ്പോഴും വോട്ട് ചെയ്തിട്ടുള്ള കേജ്രിവാളിന് ഒരു അവസരം കൂടി കൊടുത്തുകൂടാ? അദ്ദേഹം ഞങ്ങൾ ആഗ്രഹിച്ചെല്ലാം തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കേജ്രിവാളിന് സംസ്ഥാനത്ത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ BJPക്ക് ദേശീയ തലത്തിൽ വോട്ട് ചെയ്ത അതേ ജനതയാണ്, 56% വോട്ടാണ് BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഈ വോട്ടർമാര് ആം ആദ്മി പാർട്ടിക്ക് സംസ്ഥാനത്തേക്ക് വോട്ട് ചെയ്ത ആളുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്തതും 7 സീറ്റും BJPക്ക് നൽകിയതും അവരാണ്. കോൺഗ്രസും ആപ്പും ഒന്നിച്ചു നിന്നിട്ട് പോലും സംയുക്തമായി അവരെ പരാജയപ്പെടുത്തി BJP 7 സീറ്റും പിടിച്ചു ലോക്സഭയിൽ. അത് ഒരു വർഷം പോലും ആയിട്ടില്ല എന്ന് ഓർക്കണം. അതിന്റെ ഒരു തുടർച്ചയാവുമോ സംസ്ഥാനത്ത് സംഭവിക്കാൻ പോകുന്നത്? എന്റെ ഒരു ചിന്ത, ഇത് വളരെ ടൈറ്റ് ഒരു കോൺടെസ്റ്റ് ആണ്. ഏതായാലും ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 70-ൽ 62 എന്ന നമ്പറിലെത്താൻ കഴിയില്ല. ആദ്യ തെരഞ്ഞെടുപ്പിൽ 2015 തെരഞ്ഞെടുപ്പിൽ 70-ൽ 67 സീറ്റ്, അതൊരിക്കലും നേടാനാവില്ല. ഇവിടെ ഒരുപക്ഷെ 40 സീറ്റായിരിക്കാം ആം ആദ്മി പാർട്ടി റിയലിസ്റ്റിക്കലി പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക് കണക്കിൽ 70-ൽ 50 സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒരു കംഫർട്ടബിൾ മെജോറിറ്റി കിട്ടുമെന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷെ BJP കേന്ദ്രങ്ങളിലും ഉത്സാഹം ഒട്ടും കുറവല്ല എന്ന് ഓർക്കണം. നൗ ഓർ നെവർ കേജ്രിവാളിനെ പരാജയപ്പെടുത്താൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം. അവർ കേജ്രിവാളിനെ ഒരു പരിധിവരെ ഭയപ്പെടുന്നുണ്ട്. കാരണം കേജ്രിവാൾ ഉയർത്തുന്ന രാഷ്ട്രീയം മടിയോടുകൂടിയാണെങ്കിലും BJPക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് ഫ്രീ ബി പൊളിറ്റിക്സ്. 2100 രൂപ ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിൽ, അല്ലെ അവശത അനുഭവിക്കുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെടുന്ന സ്ത്രീകളുടെ, നിശ്ചിത വരുമാനത്തിൽ താഴെയുള്ള സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതി, അതാണല്ലോ ആം ആദ്മി പാർട്ടി കൊണ്ടുവരുന്നത്. പക്ഷെ അതിനെ കടത്തി വെട്ടിക്കൊണ്ട് BJPയും കോൺഗ്രസും പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് 2500 രൂപ മാസം കൊടുക്കുമെന്നാണ്. വലിയൊരു തുകയാണ്. ഇതേ പ്രോമിസ് തന്നെയാണ് BJPയുടെ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും വിജയ ഫോർമുല. അപ്പൊ ഈ ടൈം ടെസ്റ്റഡ് ഒരു ഫോർമുല എന്നത് കേജ്രിവാൾ കൊണ്ടുവന്നതും പിൽക്കാലത്തെ BJP അതിനെ പെർഫെക്റ്റ് ചെയ്തെടുത്തതുമായ വിജയകരമായ ഫോർമുല ഒരിക്കൽ കൂടി 3 കക്ഷികളും പറ്റുന്നു. നമ്മൾ 2 കക്ഷികളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്, BJPയും ആം ആദ്മി പാർട്ടിയും. പക്ഷെ ഇനി കോൺഗ്രസ് കൂടിയുണ്ട്. കോൺഗ്രസിന്റെ റോൾ എന്താണ്? ഒരു പുവർ തേർഡ് എന്ന നിലയിലാണ് എപ്പോഴും കോൺഗ്രസ് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി. ഷീലാ ദീക്ഷിതിന്റെ പ്രഭവകാലത്തിന് ശേഷം 2013 ശേഷം കോൺഗ്രസ് നിലം തൊട്ടിട്ടില്ല. ലോക്സഭയിലാകട്ടെ നിയമസഭയിലാകട്ടെ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും അവിടെ ലഭിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ അടിത്തറ പൂർണ്ണമായി തകർന്നു. 4.2% മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് കോൺഗ്രസിന്റെ വോട്ട് ടാലി. ആം ആദ്മി പാർട്ടിയോടൊപ്പം ചേർന്ന് മത്സരിച്ചപ്പോൾ 10-20% വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. കാരണം അത് സീറ്റ് ഷെയറിംഗിന്റെ പ്രയോജനമാണ്. പക്ഷേ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ 4% മാത്രമുള്ള കോൺഗ്രസിന് അതിൽ നിന്നും എങ്ങനെ മുന്നോട്ട് പോകാം? പക്ഷെ ഇപ്പോൾ കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചില ന്യൂനപക്ഷ കേന്ദ്രീകൃത മണ്ഡലങ്ങളിലാണ്. പ്രത്യേകിച്ച് മുസ്ലിം ജനസാമാന്യത്തിന് കേവല ഭൂരിപക്ഷമുള്ള ചില മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസ് ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഒരു പ്രതീതി ജനിച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ലിം വോട്ടർമാർ BJP ഇതര ഒരു ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ടാക്ടിക്കൽ വോട്ടിങ്ങിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അവർക്കൊരു പക്ഷേ കോൺഗ്രസ് പാർട്ടി പ്രിയപ്പെട്ടതായിരിക്കാം. പക്ഷേ BJPയെ ആത്യന്തികമായി പരാജയപ്പെടുത്താൻ ഡൽഹിയിൽ കൂടുതൽ സാധ്യത, ദേശീയ തലത്തിലല്ല ഡൽഹിയിൽ കൂടുതൽ സാധ്യത ആം ആദ്മി പാർട്ടിക്ക് ആയതുകൊണ്ട് കോൺഗ്രസിന് ചെയ്യുന്ന വോട്ടുകൾ, മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുക വഴി BJPക്ക് വിജയ സാധ്യത ഒരുക്കും എന്ന അപകടമുള്ളതിനാൽ ഒരുപക്ഷെ മുസ്ലിം വോട്ട്സ് മേ ടേൺ ടു ആം ആദ്മി പാർട്ടി ദിസ് ടൈം. അത് ഒരു കണക്കുകൂട്ടലാണ്. അങ്ങനെ കോൺഗ്രസിന് ഒരു സീറ്റെങ്കിലും ഡൽഹിയിൽ ലഭിച്ചാൽ ഞാൻ അത്ഭുതപ്പെടും. അൽക്കാ ലാംബ ഉൾപ്പെടെയുള്ള നേതാക്കൾ മത്സരിക്കുന്നു. അവരൊക്കെ വിജയ പ്രതീക്ഷയോടെയാണ് മത്സരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ പറയുന്നില്ല ഞങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിക്കും, ഡൽഹി ഞങ്ങൾ ഭരിക്കും എന്ന് ആരും പറയുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് കാര്യമായ പ്രചരണം നടത്തിയിട്ടില്ല കഴിഞ്ഞ ഘട്ടങ്ങളിൽ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും ഡൽഹിയിലെ പ്രചരണം മന്ദഗതിയിലായിരുന്നു. മോദിയുടെ പോലും പ്രചരണം ഉച്ചസ്ഥായിലായിരുന്നില്ല. ഇതൊക്കെ ലോക്കൽ ലീഡേഴ്സാണ് പ്രചരണം നയിച്ചത് എന്ന് ഓർക്കണം.
എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം മോദിയുടെ ഗ്യാരണ്ടി എന്ന രീതിയിൽ ഒരു സംസാരമുണ്ടായി. മഹാരാഷ്ട്രയും ഹരിയാനയും ഒക്കെ മോദി പ്രഭാവത്തിലല്ല ജയിച്ചതെന്ന് ഓർക്കണം. BJPയുടെ സംഘടനാപരമായ കരുത്തിലും RSSന്റെ കരുത്തിലും ജയിച്ചു വന്നതാണ്. ഒന്നാം തരം സ്ക്വാഡ് വർക്ക്. പക്ഷെ ഈ സ്ക്വാഡ് വർക്കിനെ ഒരു പരിധിവരെ ആം ആദ്മി പാർട്ടിയും ഭയക്കുന്നു. ആം ആദ്മി പാർട്ടി ഒരു കേഡർ പാർട്ടി കൂടിയാണ്, സെമി കേഡർ സംവിധാനമാണ്. നല്ല രീതിയിലുള്ള സംഘടനാ പ്രവർത്തനമുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ അവരുടെ അണികൾക്ക് സാധിക്കും. പക്ഷേ 10% ക്രമക്കേട് ഉണ്ടാകും എന്ന ഭീതി കേജ്രിവാൾ മുൻകൂട്ടി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. 10% വോട്ടുകളെങ്കിലും തിരിമറി കാട്ടി, അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുന്ന ക്രമക്കേടുകൾ കാരണം 10% വോട്ടുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം തന്നെ BJPക്ക് പോകണം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റൂ എന്ന് കേജ്രിവാൾ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ആധിയുണ്ട്, കേജ്രിവാളിന്റെ മനസ്സിലും ആകാംക്ഷയും ഉത്കണ്ഠയും ആധിയും ഉണ്ട് എന്ന് വ്യക്തമാണ് ഈ പ്രസ്താവനകൾ. അതുപോലെ രാഹുൽ ഗാന്ധി എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന മാതിരി പറഞ്ഞു വെച്ചു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഒരു 5 മാസം കൊണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന കഴിഞ്ഞ മാസത്തിനിടയിൽ ഒരു 70 ലക്ഷം പേരെയാണ് പുതുതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിയത്. അത് ഹിമാചൽ പ്രദേശിന്റെ പോപ്പുലേഷന്റെ അത്രയും വരും. അപ്പൊ 70 ലക്ഷം പേരെ പുതിയതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഏർപ്പെടുത്തുക എന്ന് മഹാത്ഭുതമാണ്. അതിന് നല്ല സംഘടനാ പ്രവർത്തനം ആവശ്യമാണ്. അത് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷന്റെ ഒത്താശ ഉണ്ടായിരുന്നോ, അദൃശ്യമായ ഒരു കരം അവരെ സഹായിച്ചോ എന്ന ഒരു വ്യംഗ്യമായ ഒരു ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടാൽ, ഇനി പരാജയ കാരണം ഒന്നിൽ EVM അട്ടിമറിയാണ്, അല്ല എങ്കിൽ ഇതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേടാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങളുടെ പെരുമഴക്കാലവും ഇതിനുശേഷം വരാൻ സാധ്യതയുണ്ട്. അഡ്വാൻറ്റേജ് ആം ആദ്മി പാർട്ടി എന്ന നിലയിലാണ് പൊതുവെയുള്ള നിഗമനങ്ങൾ. എങ്കിൽ പോലും എന്റെ അഭിപ്രായത്തിൽ ഒരു ടഫ് കോntest തന്നെയാണ് ഡൽഹിയിൽ നടക്കുന്നത്. കാത്തിരുന്ന് കാണാം.